ഹായ് കൂടരെ. ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണയുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടൊരു സമ്മാനം വീണ്ടും കൃഷ്ണയെ തേടി എത്തിയിരിക്കുകയാണ്. കൃഷ്ണയോട് നിർബന്ധപൂർവ്വം ആ ഒരു ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞ് കൃഷ്ണയെ മുറിയിലേക്ക് പറഞ്ഞയച്ചിട്ട് പുറത്ത് മാറി നിൽക്കുകയായിരുന്നു ഗാഥ. ഇതിനിടയിൽ ഗാഥയെ അന്വേഷിച്ച് പുറപ്പെട്ട ഉദയൻ ഗാഥയെയും കൃഷ്ണയെയും ഒരിടത്ത് തന്നെ കണ്ടതിന്റെ ആ സന്തോഷത്തിലും ഇന്ന് ഈ സത്യം താൻ നവീന് മുന്നിൽ വെളിപ്പെടുത്തുമെന്നുള്ള ചിന്താഗതിയോടെയും അവരെ അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മോളിക്കുട്ടി മാണിക്കുഞ്ഞിനെ കാണാനിടയായത്. മാണിക്കുഞ്ഞിനിട്ട് മുട്ടനൊരു പണി കൊടുത്തിട്ട് മോളിക്കുട്ടി അവിടെ മാറി നിന്നു. മോളിക്കുട്ടി തന്റെ തലയിൽ ചൂടിക്കൊണ്ട് വന്നിരുന്ന ആ മുല്ലപ്പൂ മാണിക്കുഞ്ഞിന്റെ തലയിൽ കുത്തി കൊടുക്കുകയായിരുന്നു. എന്നിട്ട് മാണിക്കുഞ്ഞിനെ പറഞ്ഞയച്ചത്. മാണിക്കുഞ്ഞിനെ നവീൻ വിളിച്ചപ്പോ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന മാണിക്കുഞ്ഞിന്റെ തലയിൽ മുല്ലപ്പൂ മാല കിടക്കുന്നത് കണ്ട്, മുല്ലപ്പൂ കുത്തിവെച്ചിരിക്കുന്നത് കണ്ട് അതിശയത്തോടെ എല്ലാവരും ചിരിക്കുന്നു. കാണുന്നവരും കുട്ടികളും ഉദയനുമൊക്കെ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് വളരെ വിഷമത്തോടെ മാണിക്കുഞ്ഞ് നവീനോട് ചോദിച്ചു, സാറേ ഇതെന്താ സാറേ എല്ലാവരും എന്നെ കണ്ട് ഒരു കോമാളിയെ പോലെ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. അപ്പോഴാണ് നവീൻ ചോദിച്ചത്, എടോ തന്റെ തലയിൽ ഇങ്ങനെ മുല്ലപ്പൂ വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മാണിക്കുഞ്ഞ് തന്റെ തലയിൽ നിന്ന് ആ മുല്ലപ്പൂ പറിച്ചെടുത്ത് നോക്കിയത്. അത് കണ്ടതോടെ മാണിക്കുഞ്ഞിനാകെ നിരാശയായി. ഇതെങ്ങനെ എന്റെ തലയിൽ വന്നു എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴേക്കും ഉദയനോട് നവീൻ ചോദിച്ചു, അമ്മാവനെതിരെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന്. അപ്പോഴാണ് ഉദയൻ പറഞ്ഞത്, അതെ നവീൻ മോനെ, ഞാനിവിടെ രണ്ട് ഗാഥമാരെ കണ്ടിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും ഞാൻ ഇന്ന് തന്നെ കയ്യോടെ നവീൻ മോനെ മുന്നിൽ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തും. അതിനുവേണ്ടിയാണ് ഞാൻ നടക്കുന്നതെന്ന് പറഞ്ഞ് ഉദയൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും നവീൻ വേദനയോടെ മാണിക്കുഞ്ഞോട് ചോദിച്ചു, എന്താടോ എൻ്റെ കൂടെ വന്ന എല്ലാവരും ഇങ്ങനെ സമനില തെറ്റി നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മാണിക്കുഞ്ഞ് പറഞ്ഞു, അയ്യോ സാറേ എനിക്കൊരു പ്രശ്നം സംഭവിച്ചിട്ടില്ല. സാറേ വാ സാറേ നമുക്ക് നോക്കാം ഗാഥ മേഡം ആ ഡിസൈൻ പൂർത്തിയാക്കിയോ ഇല്ലയോ എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഗാഥയെ നോക്കാനായിട്ട് നേരെ അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴേക്കും കൃഷ്ണ അതെല്ലാം പൂർത്തിയാക്കിയോ എന്നറിയാനായി അവിടെ പുറത്ത് ജനലിനടുത്ത് വന്ന് കാത്തു നിൽക്കുകയായിരുന്നു ഗാഥ. ഉടനെ കൃഷ്ണ ആ ഡിസൈൻ പൂർത്തിയാക്കിയിട്ട് നവീന്റെയും മാണിക്കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്നു. നവീന്റെ കയ്യിലേക്ക് ആ ഡിസൈൻ കാണിച്ചതും നവീൻ അതെടുത്ത് നോക്കുമ്പോൾ ഗാഥ അപ്പുറത്ത് നിന്ന് ആലോചിച്ചു, ഓ അവൾ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം വരച്ചു കഴിഞ്ഞു. വാ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അത് നവീനും മറ്റുള്ളവർക്കൊന്നും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഓ എന്തായാലും അങ്ങനെ സംഭവിച്ചാൽ തന്നെ മോശമാകുന്നത് എൻ്റെ പേരാണല്ലോ. എന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് ഗാഥ അങ്ങനെ നിൽക്കുമ്പോഴേക്കും നവീൻ ആ ചിത്രം ആ ചാറ്റിനകത്തെ ഡിസൈൻ ഒന്ന് നോക്കി. അതിനുശേഷം അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കണം. ഇത് കണ്ടതോടെ ഗാഥയ്ക്ക് ആശ്വാസമായി. ഓ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവരെല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കില്ലല്ലോ എന്ന് ആശ്വസിച്ച് ഗാഥ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ അതെല്ലാം കണ്ടു കഴിഞ്ഞതോടെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് നവീൻ അന്വേഷിച്ചു. ഉടനെ അമ്മ പറഞ്ഞു, മോനെ എന്തായാലും ഇതിൽ പരം നല്ലൊരു ഡിസൈൻ ഇനി ഒരാൾക്കും വരയ്ക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നവീൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതുപോലുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഒരു കെട്ടിടം പണിയാൻ ആരെക്കൊണ്ടും സാധിക്കും. എന്നാൽ അത് വരച്ചതിന് ജീവൻ നൽകുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അങ്ങനെ ഒരു കഴിവ് ഗാഥ മോൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞു. ഇതിലപ്പുറം നല്ലൊരു ഡിസൈൻ ഇനി വേറെ കിട്ടാനില്ല. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാൽ അത് തീർച്ചയായിട്ടും വലിയൊരു നേട്ടം തന്നെയാ എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നവീൻ നോക്കിയിരുന്നു. ഉടനെ മണിക്കുഞ്ഞ് പറഞ്ഞു, ഹാ കണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ എത്ര ശരിയായെന്ന്. കൃത്യസമയത്ത് ഗാഥ മേഡം വന്ന് നവീൻ സാറിന് വേണ്ടി ഇങ്ങനെ ഡിസൈൻ ചെയ്തു തന്നില്ലേ. അത് തന്നെയാ സർ നിങ്ങൾക്കിടയിലുള്ള ആത്മബന്ധം. എന്തായാലും ഇത് നല്ലൊരു ഡിസൈൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, അല്ല എന്നാ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക, എനിക്ക് അകത്ത് ചെറിയൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് അകത്തേക്ക് പോന്നു. ഈ സമയത്ത് കൃഷ്ണയെയും ഗാഥയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ദേൻ. അപ്പോഴേക്കും ഗാഥ എല്ലാം അവസാനിപ്പിച്ച് പോകാനായിട്ട് തന്റെ കാറിനരികിലേക്ക് എത്തി ഡോർ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗാഥ ചിന്തിച്ചത്, ഓ ഇവിടെ നവീനെയും കൃഷ്ണയെയും അങ്ങനെ നിർത്തിയിട്ട് പോകുന്നത് ശരിയല്ല, അവൾ പോയതിനു ശേഷം പോകുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ച് ഗാഥ തിരിച്ചു പോരുന്നു. ഗാഥ തിരിച്ച് നടന്നു വരുന്നത് അതുവഴി ഗാഥയെയും കൃഷ്ണയെ അന്വേഷിച്ച് നടന്ന ഉദയൻ കാണാനിടയായി. ഉദയൻ പിന്നാലെ വരുന്നത് ഗാഥ കണ്ടതും ഇയാൾ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നതെന്ന് സംശയപ്പെട്ടെന്ന് നോക്കി. എന്തായാലും തൽക്കാലം അയാൾക്ക് പിടികൊടുക്കണ്ട എന്ന് തീരുമാനിച്ച് ഗാഥ വേഗം അകത്തേക്ക് ഒരു മുറിയിലേക്ക് ചെന്ന് കയറി. ഈ സമയത്ത് ഉദയൻ ആ മുറിയുടെ അടുത്ത് വന്നെല്ലാം അവിടെയുള്ള ചുറ്റുപാടും നോക്കി. ഓ ആശ്വാസം, അപ്പോൾ ഈ മുറിയിൽ ഒരാളുണ്ട്, ഇനി അടുത്തയാൾ എവിടെയാണെന്ന് കണ്ടെത്തണം എന്ന് ചിന്തിച്ച് ഉദയൻ കൃഷ്ണയെ അന്വേഷിച്ചു പോന്നു. അപ്പോഴാണ് കൃഷ്ണ നവീന് ആ ഒരു ഡിസൈൻ കൊടുത്തതിന് ശേഷം ആ ഡിസൈൻ വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്ന ആ മുറിയിലെത്തി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൃഷ്ണ പോകാൻ തുടങ്ങുമ്പോഴാണ് അതുവഴി അന്വേഷിച്ച് എത്തിയ ഉദയൻ കൃഷ്ണയെ കാണുന്നത്. ജനലിനടുത്ത് വെച്ച് ഉദയൻ ഇങ്ങനെ നോക്കുന്നത് കണ്ടതോടെ, ഇയാൾ എന്താ എൻ്റെ പിന്നാലെ നടക്കുന്നത്, എന്തായാലും ഇയാൾക്ക് പിടികൊടുക്കാതിരിക്കുന്ന നല്ലതെന്ന് ചിന്തിച്ച് കൃഷ്ണ വേഗം പെട്ടെന്ന് അപ്പുറത്ത് കണ്ട ഒരു മുറിയിലേക്ക് ചെന്ന് കയറി. അതോടെ ഉദയന് വലിയ സന്തോഷമായി. ഓ കൊള്ളാം, രണ്ടുപേരും ഒരു മുറിയിൽ തന്നെ വന്ന് കയറിയിട്ടുണ്ടല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണയെയും
ഗാഥയെയും ഒന്നിച്ചൊരു മുറിയിൽ നിന്ന് തന്നെ പിടികൂടും. ഇക്കാര്യം നവീനെ കാണിച്ചു കഴിഞ്ഞാൽ നവീൻ പറയും, കൊള്ളാം, അമ്മാവൻ മിടുക്കനാണ് എന്ന്. എന്നെ ഒരു മരമണ്ടനായിട്ടാണ് ഇതുവരെ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഇനി മുതൽ എനിക്ക് കളരിക്കൽ ഒരു സ്ഥാനം ഉണ്ടാവും. നവീനെ ഇത്രയും നാളും അവർ രണ്ടുപേരും ചേർന്ന് ചതിക്കുകയായിരുന്നുള്ള സത്യം നവീൻ തിരിച്ചറിയും. അതോടെ നിർമ്മലയ്ക്കും എൻ്റെ മേൽ വല്ലാത്ത മതിപ്പുണ്ടാവും. നിർമ്മല ഉദയേട്ടാ ഉദയേട്ടാ എന്ന് പിടിച്ച് എൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് ഒരു ബഹളം ഉണ്ടാക്കുക, ഉദയനെ എത്രയും പെട്ടെന്ന് നവീനെ ഇവിടേക്ക് കൊണ്ടുവരിക, അത്ര മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ഉദയൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഇവർ രണ്ടുപേരും കൂടി എന്താ ആലോചിക്കുന്നതെന്ന് അറിയണല്ലോ എന്ന് ചിന്തിച്ച് വേഗം അവർ സംസാരിക്കുന്നത് കേൾക്കാനായി അവരുടെ ആ റൂമിന്റെ പുറത്ത് നിന്ന് കാതോർത്ത് നിന്നു. അപ്പോഴാണ് അകത്ത് കയറിയ കൃഷ്ണയും ഗാഥയും പരസ്പരം കണ്ടത്. ഗാഥ ചോദിച്ചു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, ഞാൻ ആ ഉദയൻ എന്ന് പറഞ്ഞ ആള് പിന്നാലെ വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത്. എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരിടത്ത് നീ സംസാരിക്കുന്നത് ശരിയല്ല, എത്രയും പെട്ടെന്ന് നീ പോകാൻ നോക്കുന്ന ഗാഥയെ അറിയിച്ചു. അപ്പോഴാണ് കൃഷ്ണ ചോദിച്ചത്, അയ്യോ അതെങ്ങനെ ശരിയാവും, ഗാഥ വേഗം പോകാൻ നോക്കിക്കോ, അതല്ലേ നല്ലത്. ഗാഥ ഈ വേഷത്തിലല്ലേ തിരിച്ച് ഇപ്പോ നവീനെ മുന്നിൽ ചെന്ന് നിന്നത്. എന്നിട്ട് ഈ മുഷിഞ്ഞ വേഷം വീണ്ടും ഗാഥ ധരിച്ചെന്ന് നവീനോട് പറയുമോ എന്ന് ചോദിച്ചതും, അതൊക്കെ ഞാൻ എന്തേലും പറഞ്ഞോളാം, നീ വേഗം പോകാൻ നോക്ക് എന്ന് പറഞ്ഞു. കൃഷ്ണ ഉടനെ പെട്ടെന്ന് അവിടെ നോക്കിയതും അവിടുത്തെ ആ ചെയറിനടുത്തായിട്ട് ആ ആശ്രമത്തിലെ സന്യാസിനിമാർ ഉപയോഗിക്കാറുള്ള വസ്ത്രം അവിടെ ഇരിക്കുന്നത് കണ്ടു. ഉടനെ കൃഷ്ണ പറഞ്ഞു, ദാ അത് കണ്ടോ, അത് ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കാറുള്ളതാണ്, അതിൽ ആ സാരി എടുത്ത് നമുക്ക് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആരും തിരിച്ചറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഗാഥ പറഞ്ഞു, നീ എന്നാ അത് എടുത്തിട്ട് വേഗം ഇറങ്ങി പോകാൻ നോക്കെന്ന് പറഞ്ഞപ്പോ കൃഷ്ണ ചോദിച്ചു, അത് ശരിയാവില്ല, ഗാഥ അത് ഉടുക്കൂ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് നീ അതെടുത്ത് ഉടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണ ഒടുവിൽ പറഞ്ഞു, എന്നാ ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും അതെടുത്ത് ഉടുക്കാം, എന്നിട്ട് ആർക്കാണ് പുറത്തു പോകാനുള്ള അവസരം കിട്ടുന്നതെന്ന് വെച്ചാൽ അവർക്ക് പോകാം, അപ്പൊ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തീരുമാനിച്ചു. ഇതെല്ലാം ഉദയൻ പുറത്തു നിന്ന് കേൾക്കുകയായിരുന്നു. ഉദയനുടനെ പറഞ്ഞു, ശരി, നീയൊക്കെ അത് ഇട്ടോട്ട് ഇങ്ങോട്ട് വാ, നിന്നെയൊക്കെ ഞാൻ ചോദ്യം ചെയ്യും, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് ഉദയൻ വാതിൽക്കൽ കാത്തു നിൽക്കുമ്പോഴേക്കും ഉദയൻ പ്രതീക്ഷിച്ചതുപോലെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നത് ആ ആശ്രമത്തിലുണ്ടായിരുന്ന മറ്റൊരു സന്യാസിനിയായിരുന്നു. അവര് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഉദയൻ അവരുടെ മുഖം പോലും ശ്രദ്ധിക്കാതെ വേഗം അവരെ കടന്നു പിടിക്കുകയാണ്. നീ അങ്ങനെ പോകലടി എന്ന് പറഞ്ഞ് ഉദയൻ അവരെ ബലമായി പിടിച്ചു നിർത്തുമ്പോഴേക്കും അവരവിടെ നിന്ന് നിലവിളിച്ചു, എടോ എന്നെ വിടറോ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് അന്തേവാസികളും അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരായ പുരുഷന്മാരും കൂടി അവിടേക്ക് എത്തി. ബഹളം കേട്ട് ആ സന്യാസിനിയുടെ അടുത്തേക്ക് എത്തിയതും ബലമായി ഉദയൻ അവരെ കടന്നു പിടിച്ചിട്ട് നിർത്തിയിരിക്കുന്ന കാഴ്ച കണ്ടതോടെ ഓടി വന്ന് ആ പുരുഷന്മാർ ദേഷ്യപ്പെട്ടു. താൻ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉദയന്റെ കയ്യിൽ നിന്ന് കുതിരയും മാറിയ സന്യാസിനി വിഷമത്തോടെ വിളിച്ചു പറഞ്ഞു, ഇയാൾ എന്നെ കയറി പിടിക്കുമായിരുന്നു എന്ന്. അപ്പോഴാണ് ഉദയൻ ആ സന്യാസിനിയുടെ മുഖം ശ്രദ്ധിച്ചത്. അയ്യോ, ഞാൻ ഇവരെയല്ല പിടിച്ചത്, സത്യത്തിൽ ഇവരെയല്ല ഞാൻ പിടിക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ വേറെ രണ്ടുപേരെ പിടിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് ആ മണ്ടനായ ഉദയൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതോടെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർ പറഞ്ഞു, കേട്ടിലോടോ, ഇവൻ രണ്ടുപേരെ പിടിക്കാൻ ഉദ്ദേശിച്ചെന്ന്, ഇവനെ അടിച്ചോടിക്കടോ, ഇവന്റെ എല്ല് വലിച്ചൂർന്നു നമുക്ക് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ഉദയനെ മർദ്ദിക്കുന്നു. ഉദയൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ആ ബഹളം കേട്ട് കൃഷ്ണയും ഗാഥയും എന്താണ് ബഹളം എന്നറിയാനായി വാതിലേക്ക് വന്ന് നോക്കി. അപ്പോഴേക്കും ഉദയനെ എല്ലാവരും ഓടിച്ചിട്ടടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഈ പ്രശ്നത്തിന്റെ പിന്നാലെ എല്ലാവരും പോകും, എല്ലാവരുടെ ശ്രദ്ധ അതിന് പിന്നാലെയാവും. ഇത് നല്ല തക്കാണ് ഗാഥ, വേഗം പോകാൻ നോക്ക് എന്ന് കൃഷ്ണ അറിയിച്ചു. ഗാഥ പറഞ്ഞു, നീയും മര്യാദയ്ക്ക് പൊയ്ക്കോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങും എന്ന് കൃഷ്ണ ഗാഥയോട് പറയുന്നു. ഉടനെ വേഗം തന്നെ ഗാഥ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം മാണിക്കുഞ്ഞും നവീനും പുറത്ത് ബഹളം കേട്ടുകൊണ്ട് ഇത് ആരാണെന്ന് അറിയാനേ അവർ വാതിക്കലേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ പുറത്ത് നവീൻ നോക്കുമ്പോൾ കാണുന്നത് ഉദയനെ പിടിച്ച് എല്ലാവരും തല്ലുന്ന കാഴ്ചയായിരുന്നു. ഉടനെ നവീനോട് മാണിക്കുഞ്ഞു പറഞ്ഞു, അയ്യോ സാറേ, ഇത് പ്രശ്നമാ, അതെ ആ തല്ലുകൊള്ളുന്നതേ സാറിന്റെ അമ്മാവനാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ, നമുക്ക് കൂടി നാണക്കേടാ. എന്തായാലും കണക്കിന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, എന്തോ വൃത്തികേട് അയാൾ ഒപ്പിച്ചിട്ടുണ്ട്, അത് തീർച്ചയാ, അതാണല്ലോ നാട്ടുകാരെല്ലാവരും കൂടി അയാളെ പിടിച്ചിട്ട് പെരുമാറുന്നത്. എന്തായാലും സാറ് കാര്യം മിണ്ടാനേ നിൽക്കണ്ട, കണ്ട ഭാവം നടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഉദയൻ അവിടെയുള്ള ആളുകളുടെ തല്ലുകൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. എന്ന് ഇവരെ രണ്ടുപേരും ഒന്നിച്ച് ഞാൻ കണ്ടാലും അന്നെല്ലാം എനിക്ക് ദേഹോപദ്രവം കിട്ടുമല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് ഉദയൻ ജീവനും കൊണ്ട് ആ വഴി നീളെ ഓടിപ്പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അവൻ തൽക്കാലം രക്ഷപ്പെട്ടു, ഇനി എന്തായാലും അവൻ ഈ വഴിക്ക് വരില്ല എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് മാറി. ഈ സമയത്ത് ഗാഥ പുറത്തേക്ക് ഇറങ്ങിയിട്ടും പോകാതെ അവിടെ കാത്തു നിൽക്കുന്നത് കണ്ട് കൃഷ്ണ അരികിലേക്ക് വന്ന് ചോദിച്ചു, ഗാഥ ഇവിടെ നിൽക്കുവാണോ, ഇനി വന്നേ എന്ന് പറഞ്ഞ് ഗാഥയെ വിളിച്ചിട്ടും പോകാൻ കൂട്ടാക്കാതെ ആകെ ഗൗരവത്തിൽ നിൽക്കുകയാണ് ഗാഥ.
അപ്പോഴേക്കും കൃഷ്ണയെ അന്വേഷിച്ച് വന്ന മോളിക്കുട്ടി കൃഷ്ണയെ ഒരു വിധത്തിൽ തൻ്റെ അരികിലേക്ക് വിളിപ്പിച്ചു. കൃഷ്ണ, ഇങ്ങ് വാ, നമുക്ക് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതുവഴി വരുന്ന നവീൻ കൃഷ്ണയെ കാണാനിടയായി. പെട്ടെന്ന് കൃഷ്ണയെ നവീൻ വിളിച്ചു. ഗാഥ, ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞ് ഗാഥയെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ഇതെന്താ നവീൻ സാറ് എന്ന് സംശയിച്ച് നവീനെയും മാണിക്കുഞ്ഞിനെയും കണ്ണിൽ പെടാതെ മോളിക്കുട്ടി അവിടെ മറിഞ്ഞിരുന്നു. കൃഷ്ണയെ വിളിച്ചുകൊണ്ട് പോകുന്ന നവീൻ പറഞ്ഞു, എടോ, താൻ എൻ്റെ അഭിമാനമാണ് ഇന്നിവിടെ രക്ഷിച്ചത്. ഇങ്ങനെ ഒരു സഹായം താൻ എനിക്ക് ചെയ്തു തന്നിട്ട് തനിക്ക് ഞാൻ സമ്മാനം തന്നില്ലല്ലോ എന്ന് ചോദിച്ചതും മറുപടി ഒന്നും പറയുന്നതിന് മുമ്പ് തന്നെ നവീൻ അങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് കൃഷ്ണയുടെ കവിളത്ത് ഒരു ഉമ്മ കൊടുക്കുന്നു. ഇത് കണ്ടതോടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കൃഷ്ണയുടെ പ്രിയപ്പെട്ട ചങ്ങാതി മോളിക്കുട്ടി. തൊട്ടടുത്ത് നിന്ന് മാണിക്കുഞ്ഞിന് പെട്ടെന്ന് നാണം വന്ന് മാണിക്കുഞ്ഞ് മുഖം പൊത്തിയെങ്കിലും പതിയെ ഒരു വിരൽ മാറ്റി കണ്ണു തുറന്ന് നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഈ ഒരു കാഴ്ച ലൈവായി തൊട്ടപ്പുറത്ത് മാറുമെന്ന് ഗാഥ കാണാനിടയായി. അതോടെ ഗാഥയ്ക്ക് വല്ലാത്ത പകയാവുന്നു. അത് ശരി, അവൾ ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് നവീനുമായിട്ട് അടുത്തിടപഴകാനായുള്ള ഒരു സാഹചര്യത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ള ദേഷ്യത്തിൽ അവിടെ നിന്ന് ഗാഥ പകയോടെ വേഗം കാറിനരികിലേക്ക് പോകുന്നു. ഈ സമയത്താണ് നവീൻ്റെ അടുത്തേക്ക് അവിടുത്തെ ആശ്രമത്തിലെ അമ്മ എത്തിയത്. നവീൻ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചതോടെ വേഗം നവീൻ അമ്മ എന്തിനാണ് വിളിച്ചതെന്ന് അറിയാനായി അമ്മയുടെ ആ ഓഫീസ് മുറിയിലേക്ക് ചെന്നു. അവിടേക്ക് ചെന്നതും അമ്മ പറഞ്ഞു, നവീൻ, ഞാൻ വിളിപ്പിച്ച ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചപ്പം ഇല്ല, അമ്മ പറഞ്ഞോളൂ എന്നറിയിച്ചു. അല്ല, ഗാഥമോൾ എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ ഗാഥ പുറത്തുണ്ടാവും അമ്മ എന്ന് നവീൻ മറുപടി നൽകിയതും ഉടനെ അമ്മ പറഞ്ഞു, നമ്മൾ ഇപ്പോൾ ഡിസൈനൊക്കെ ആയാലോ, അപ്പോൾ എന്നത്തേക്ക് പണി തുടങ്ങുമെന്ന് അറിയാനാ ഞാൻ നവീനെ വിളിപ്പിച്ചതെന്ന് അറിയിച്ചതും നവീൻ പറഞ്ഞു, ഞാൻ അത് കൃത്യമായിട്ടൊരു ഡേറ്റ് നാളെ തന്നെ അമ്മയോട് പറയാം. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലോ. ഡിസൈനായിരുന്നു ഇനി നമുക്ക് പ്രശ്നമായിട്ടിരുന്നത്, അതും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്ലാൻ എല്ലാം റെഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് നാളെ തന്നെ ഞാൻ അതിന് കൃത്യമായിട്ടൊരു ഡേറ്റ് അമ്മയെ അറിയിക്കാമെന്ന് നവീൻ പറയുമ്പോൾ, എന്നാൽ എനിക്ക് അതിനു വേണ്ടിയുള്ള ചില ഒരുക്കങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ ആശ്രമത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, ചില ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ ഈ ആശ്രമമായും വളരെ അടുത്തിടപഴകുന്ന ആളുകളെ അതിലേക്ക് ക്ഷണിക്കാറുണ്ട്. ഇനി മുതൽ അങ്ങനെ ഒരു ക്ഷണമുണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നവീനെയും ഗാഥമോളെയും ക്ഷണിക്കും. നിങ്ങളിപ്പോൾ ഈ ആശ്രമത്തിലെ കുട്ടികൾ തന്നെയായി മാറിയല്ലോ, വളരെ വേണ്ടപ്പെട്ടവരായല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതിനെന്താ അമ്മ ക്ഷണിച്ചോ, ഞങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കും എന്ന് നവീൻ ഉറപ്പ് നൽകി. അതെല്ലാം കേട്ട് നിന്ന മാണിക്കുഞ്ഞ് ചോദിച്ചു, അല്ലമ്മേ, എന്നെ ബോധപൂർവ്വം അമ്മ ഒഴിവാക്കിയതാണോ എന്ന് ചോദിച്ചപ്പോൾ, അല്ല മാണിക്കുഞ്ഞെ, നവീൻ വന്നാൽ തീർച്ചയായിട്ടും നവീൻ്റെ ഒപ്പം മാണിക്കുഞ്ഞ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ മാണിക്കുഞ്ഞിനെ പ്രത്യേകിച്ച് ക്ഷണിക്കാതിരുന്നത്. എന്തായാലും ഇനി മാണിക്കുഞ്ഞും വന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വരാമെന്ന് മാണിക്കുഞ്ഞ് ഉറപ്പ് നൽകി. അപ്പോഴേക്കും കൃഷ്ണ മറ്റുള്ളവരുടെ ശ്രദ്ധ മാറിയതുകൊണ്ട് ആ തക്കം നോക്കി മോളിക്കുട്ടിയുടെ അരികിലേക്ക് ചെന്നു. മോളിക്കുട്ടി, ഇന്ന് നമുക്കിവിടെ നിൽക്കണ്ട, വേഗം പോകാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മോളിക്കുട്ടിയുമായിട്ട് കൃഷ്ണ അവിടെ നിന്ന് മടങ്ങി. അപ്പോഴാണ് നവീനും മാണിക്കുഞ്ഞും പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവിടെയെങ്ങും ഗാഥ വന്ന കാറ് പോലും കാണാത്തതോടെ സംശയത്തോടെ നവീൻ ചോദിച്ചു, അല്ല മാണിക്കുഞ്ഞെ, ഇവിടെ ഗാഥയുടെ കാറൊന്നും കാണുന്നില്ലല്ലോ, ഗാഥ ഇത്ര പെട്ടെന്ന് പോയോ എന്ന് ചോദിച്ചപ്പോൾ, പോയിട്ടുണ്ടാവും സാറേ, വണ്ടി ഇവിടെ ഇല്ലല്ലോ. അപ്പോഴേക്കും മാണിക്കുഞ്ഞിനോട് നിരാശയോടെ നവീൻ ചോദിച്ചു, എടോ, ഒരു വാക്ക് പോലും പറയാതെ അങ്ങനെ അങ്ങ് പോവോ? അപ്പോഴാണ് മാണിക്കുഞ്ഞ് പറഞ്ഞത്, സാറേ, സത്യത്തിൽ ഇവിടെ സാറിൻ്റെയും മേഡത്തിൻ്റെയും പിണക്കമൊന്നും മാറിയിട്ടില്ലല്ലോ. കൃത്യസമയത്ത് സാറിൻ്റെ ഇമേജ് കോട്ടം തട്ടാതിരിക്കാനായിട്ട് ഇവിടെ വന്ന് മേഡം സാറിനെ സഹായിച്ചു. എന്നല്ലാതെ നിങ്ങൾക്കിടയിലെ പിണക്കവും പരിഭവവും ഒന്നും തീർന്നിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആ പരിഭവം മനസ്സിലുള്ളത് കൊണ്ട് സാറിനോടൊരു യാത്ര പോലും പറയാതെ ഗാഥ മേഡം പോയത് എന്ന് അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും നവീൻ പറഞ്ഞു, എന്നാലും ഇന്നത്തോടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായെന്നാണ് ഞാൻ കരുതിയത്. എങ്കിലും അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തായിരിക്കും? എനിക്കെന്തോ അയാളെ ഒട്ടും അങ്ങ് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ എന്ന് പറഞ്ഞപ്പോൾ മാണിക്കുഞ്ഞ് പറഞ്ഞു, സാറേ, സാർ ഇന്ന് ആലോചിച്ച് വെറുതെ ബുദ്ധിമുട്ടണ്ട. എന്തായാലും ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. പോകുന്നതിനിടയിൽ ഇനി ആലോചന തുടരാമല്ലോ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് നവീനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി. അപ്പോഴാണ് കൃഷ്ണയുമായിട്ട് പോന്ന മോളിക്കുട്ടിയും കുറച്ചു ദൂരം കഴിഞ്ഞതും വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, ഇന്ന് എന്തെല്ലാം കാഴ്ചയാണ് കണ്ടത്. സത്യത്തിൽ ഇത്തവണത്തെ പിറന്നാളെന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടത് തന്നെയാണ് കേട്ടോ. എന്തൊക്കെ കാഴ്ച കാണാൻ കഴിഞ്ഞു. ഇവിടെ ഒരു സിനിമ കണ്ട ഒരു പ്രതീതിയാണ് എനിക്കുള്ളത്. നായകനും നായികയും ഒരിടത്തേക്ക് വന്നെത്തുന്നു, അതിനിടയിൽ അവർക്കിടയിലേക്ക് വില്ലത്തി എത്തുന്നു, അതിനുശേഷം നായകന്റെ കയ്യിൽ നിന്ന് നല്ല പബ്ലിക്കായിട്ട് തന്നെ ഒരു ചുംബനം കിട്ടുന്നു നായികയ്ക്ക്. വല്ലാത്ത കാഴ്ചകൾ തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ മോളിക്കുട്ടിയോട് ദേഷ്യത്തോടെ കൃഷ്ണ പറഞ്ഞു, അതെ മോളിക്കുട്ടി, മതി മതി, നീ എന്നെ കളിയാക്കിയത്, വേഗം വണ്ടി എടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്ന് നവീൻ സാറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ചുംബനം കിട്ടിയപ്പോൾ നിനക്ക് എന്താ തോന്നിയത് എന്നതായിരുന്നു മോളിക്കുട്ടിയുടെ ചോദ്യം. ഉടനെ അത് കേട്ട് നിന്ന കൃഷ്ണ പറഞ്ഞു, അതെ മതി മതി, നിർത്തിക്കോ, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം നിന്റെ ഈ ചോദ്യത്തിന്റെ കാരണം എന്താണെന്നൊക്കെ. അതെ, ഇത്തരം ചോദ്യമൊക്കെ ചോദിച്ച് വെറുതെ എന്നെ കുഴപ്പത്തിലാക്കാൻ നോക്കണ്ട, മര്യാദയ്ക്ക് വണ്ടി എടുക്കാൻ നോക്കിയേ. പിന്നെ ഈ കാര്യമൊന്നും വീട്ടിൽ ചെന്ന് പറയാൻ നിൽക്കണ്ട കേട്ടോ.
നവീനുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് അച്ഛനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വെറുതെ ഇക്കാര്യങ്ങളൊന്നും വളവളാന്ന് പറഞ്ഞ് നവീന് ലൈസൻസ് ഇല്ലാതെ എത്രയും വിളിച്ച് കൂവിയേക്കരുത്. അത് കേട്ടതോടെയാണ് മോളിക്കുട്ടി പറഞ്ഞത്, അതെ മോളെ, എനിക്ക് എന്ത് പറയണം എന്ത് പറയണ്ട എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. നീ എന്നെ അത് പറഞ്ഞ് ഉപദേശിക്കൊന്നും വേണ്ട കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞതിനുള്ള മറുപടി നീങ്ങിതാ, എന്നിട്ട് പോയാം നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതെ, ഇന്നുകൊണ്ട് എന്തായാലും ഇത്തവണത്തെ എൻ്റെ പിറന്നാൾ വളരെ വിശേഷപ്പെട്ടത് തന്നെയാണ്. ഒരിക്കലും ഞാൻ ചിന്തിക്കാതിരുന്ന പോലെ എൻ്റെ അച്ഛനെ എനിക്ക് കിട്ടി. പിന്നെന്താ, ഇപ്പോ നവീൻ്റെ സമ്മാനവും. എന്തുകൊണ്ടും ഞാൻ ഒത്തിരി സന്തോഷവതിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത്രയും കേട്ടാൽ മതി എനിക്ക്. അതങ്ങനെ സമ്മതിച്ചു തന്നാൽ മതിയല്ലോ. പിന്നെ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു തുടുപ്പും നിന്റെ ഈ കവിളത്ത് ഇപ്പോഴും കാണാനുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മോളിക്കുട്ടി പറഞ്ഞത് കേട്ട് നാണത്തോടെ തൻ്റെ കവിളൊന്ന് തലോടിക്കൊണ്ട് കൃഷ്ണ പറഞ്ഞു, മതി മതി, നീ വേഗം വണ്ടി എടുത്തേ എന്ന് പറഞ്ഞു. ശരി, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവർ രണ്ടുപേരും നേരെ പുറപ്പെട്ടു. ഈ സമയം ഗാഥയെ കാണാത്തതിന് നിരാശയിലായിരുന്നു സിതാര. സിനിയോട് സിതാര പറഞ്ഞു, അല്ല, മോള് ഇതുവരെയായിട്ട് ഇങ്ങനെ എത്തിയില്ലല്ലോ സിനി. സത്യത്തിൽ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ അവളെ പറഞ്ഞയച്ചത്. ഇപ്പൊ തോന്നുന്നു പറഞ്ഞു വിടേണ്ടിയിരുന്നില്ല എന്ന്. അങ്ങനെ പറഞ്ഞ സിതാര വിഷമിച്ചിരിക്കുമ്പോഴേക്കും ഗാഥ അവിടേക്ക് വന്നെത്തി. ഗാഥ ആകെ ദേഷ്യത്തോടെ അകത്തേക്ക് വന്നതും ഉടനെ സിതാര ചോദിച്ചു, ഇതെന്താ മോളെ ഇത്രയും ലേറ്റ് ആയത്? എന്താ അവിടുത്തെ അമ്മമാരും മോളെ വിടാൻ തയ്യാറായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഒന്നും പറയണ്ട മമ്മി, ഇന്ന് എവിടേക്ക് പോകണ്ടായിരുന്നു, മമ്മി എന്നെ എവിടേക്ക് പറഞ്ഞു വിടണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സിതാര ചോദിച്ചു, എന്താ മോളെ സംഭവിച്ചത്, എന്താ കാര്യം? അതെ, ഇന്ന് എവിടെ എന്ത് കാര്യത്തിന് ഞാൻ പോയാലും അവിടെയല്ല എൻ്റെ പിന്നാലെ അവളും ഉണ്ടാവുമല്ലോ, ആ കൃഷ്ണ. അത് കേട്ടതും ആകെ ഞെട്ടലോടെ സിതാര ചോദിച്ചു, കൃഷ്ണ അവിടെ വന്നെന്നോ? എന്താ മോളി പറയുന്നത് എന്ന് ചോദിച്ചപ്പം, അവളുടെ പിറന്നാൾ ആഘോഷത്തിന് അവിടുത്തെ അനാഥ പിള്ളേർക്ക് എന്തോ സ്വീറ്റ്സ് കൊടുക്കാനാണെന്ന് പറഞ്ഞ അവൾ വന്നത്. അതൊന്നും ആയിരിക്കില്ല, അവിടെ കൃത്യസമയത്ത് നവീനും എത്തി. അവിടെ എന്തോ കെട്ടിട പണിയുടെ കാര്യം ചർച്ച ചെയ്യാനായിട്ട്. എന്നിട്ട് എന്താ മോളെ സംഭവിച്ചത് എന്ന് സിതാര ടെൻഷനോടെ അന്വേഷിച്ചു. എന്ത് സംഭവിക്കാനാ മമ്മി, ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞ് ഗാഥ നടന്ന സംഭവങ്ങളൊക്കെ വിഷമത്തോടെ സിതാരയെ വിശദീകരിച്ച് കേൾപ്പിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഒടുവിൽ കൃഷ്ണയ്ക്ക് തൻ്റെ മുന്നിൽ വെച്ച് താൻ കാണുകയാണ് നവീൻ ചുംബനം കൊടുക്കുന്നത് കണ്ടതെന്നും, ഇതെങ്ങനെ ഞാൻ സഹിക്കും മമ്മി, ഇത് ആദ്യമായിട്ടൊന്നുമില്ല, എത്ര തവണയായി ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ നിരാശയോടെ ഗാഥ ചുടിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോകുന്നു. ഇത് കേട്ടുന്ന സിതാര പറഞ്ഞു, ഇതിൽ ഞാൻ എന്താ സിനി ചെയ്യുക? ഇതിൽ ഞാൻ ആരെയാണ് കുറ്റപ്പെടുത്തുക, ആരെയാണ് ശകാരിക്കുക എന്ന് പറഞ്ഞ് വിഷമത്തോടെ ഗാഥയുടെ അവസ്ഥ കണ്ട് സിതാര അങ്ങനെ നിൽക്കുമ്പോൾ സിനി പറഞ്ഞു, മേഡം, ഇതെല്ലാം കണ്ടതും കേട്ടതും വെച്ച് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത് മേഡം. പലതവണയായിട്ട് കൃഷ്ണയുമായി നവീൻ ഇങ്ങനെ അടുത്തിടപഴകുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാവുകയല്ലേ മേഡം, ദൈവത്തിന്റെ ഇച്ഛ എന്ന് പറയുന്നത് കൃഷ്ണയോടൊപ്പം നവീൻ ജീവിക്കണമെന്നുള്ളതാണെന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നതെന്ന് സിനി പറയുമ്പോഴേക്കും, എന്തോ എനിക്കറിയില്ല, ഇതിന്റെ പരിഹാരം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വേദനയോടെ സിതാര നിൽക്കുന്നു.